I am Swapna. Welcome to my kitchen. ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഡ്രൈ ഫ്രൂട്ട് ലഡു ആണ്. അത് എങ്ങനെ തയ്യാർ ചെയ്യാമെന്ന് നോക്കാം. ഡ്രൈ ഫ്രൂട്ട് ലഡു ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങൾ. ഞാനിവിടെ 1.5 കപ്പോളം ഡേറ്റ്സ് കുരുവെല്ലാം കളഞ്ഞ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണ് ലഡു ചെയ്യാൻ ആവശ്യമുള്ളത്. പിന്നെ കുറച്ച് തേൻ എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു 1/2 കപ്പോളം ബദാം എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് കാഷ്യൂ, അതേപോലെ തന്നെ പിസ്ത, കുറച്ച് റൈസിൻസ്, ഒരു 2 സ്പൂണോളം വെളുത്ത എള്ള്. നമുക്ക് പിന്നീട് വേണ്ടത് കുറച്ച് ഏലക്കായ പഞ്ചസാര ചേർത്ത് പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്, 2 സ്പൂൺ ഗീ. ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ലഡു തയ്യാറാക്കാം. നമുക്ക് ആദ്യം തന്നെ എടുത്തു വെച്ചിരിക്കുന്ന ബദാമും കാഷ്നട്ടും ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എള്ള് ചെറുതായിട്ടൊന്ന് ചൂടാക്കി മാറ്റി വയ്ക്കാം. ചൂടായ പാത്രത്തിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന നട്ട്സും പിസ്തായും ആഡ് ചെയ്യാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ കുറച്ച് വയ്ക്കുക. നന്നായിട്ട് റോസ്റ്റ് ആവുന്ന ഒരു മണം വരുമ്പോഴേക്കും നമുക്ക് റൈസിൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. റൈസിൻസ് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്. അധിക സമയം ഇട്ടാൽ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഡേറ്റ്സ് ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഏലക്ക പൊടിച്ചതും ഹണിയും ഈ സമയം ചേർത്ത് കൊടുക്കാം. ഹണി ആവശ്യമെങ്കിൽ ചേർത്താൽ മതി. ഇനി നന്നായി മിക്സ് ചെയ്യുക. തീ ഓഫ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആദ്യം തന്നെ റോസ്റ്റ് ചെയ്ത് വച്ചിരിക്കുന്ന എള്ള് ആഡ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്ത് കുറച്ച് സമയം തണുക്കാനായി വയ്ക്കാം. ഫ്രൂട്ട് മിക്സ് തണുത്തിട്ടുണ്ട്. കയ്യിൽ ഒരൽപ്പം നെയ്യ് പുരട്ടിയ ശേഷം നമുക്ക് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഇത് ഷേപ്പ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഡ്രൈ ഫ്രൂട്ട് ലഡു തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ തയ്യാർ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലിടുക. ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ.